ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂട് സമയത്തും നോമ്പ് തുറക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ 4 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പഴമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റോബസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റോബസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴം എടുത്താലും മതി, നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാരക്ക് പകരം തേൻ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാല് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇതിപ്പോൾ 2 ഗ്ലാസ് പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഡ്രിങ്ക് വേണോ അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി വേണ്ടത് ഇതുപോലെ കസ്കസ് ആണ്. അപ്പോൾ കസ്കസ് ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചൂട് സമയത്തും ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഇളനീർ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 2 ഇളനീരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇളനീരിൻ്റെ കാമ്പും വെള്ളവും നമുക്ക് വേറെ ആക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലോട്ട് കാമ്പ് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ വെള്ളവും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ കാമ്പ് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഇതിപ്പോൾ 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇളനീർ വെള്ളം, അതും ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാക്കിയുള്ള ഇളനീർ വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് 2 കപ്പ് അളവിൽ ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഇളനീർ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഏലക്ക ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇളനീറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു പൊരിവെയിലത്ത് നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി നാരങ്ങ സംഭാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു നാരങ്ങ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 1.5 കഷ്ണം ചെറുനാരങ്ങയാണ്. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം അളവിൽ പച്ചമുളകാണ്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇനി വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പിലയുമാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 3ൻ്റെയും അളവൊന്നും കൂടിപ്പോവരുത്. ഇതുപോലെ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ സംഭാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഈ ഒരു സമയത്ത് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ്സിലോട്ടൊന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ഡ്രിങ്കാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു നോമ്പിനും ചൂട് ടൈമിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പൈനാപ്പിൾ ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്കസ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ആ ഒരു വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇതങ്ങ് മാറ്റുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ്സിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് പൈനാപ്പിൾ ജ്യൂസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കസ്കസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.